ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സി പി യു ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. ഓക്കെ, അതായത് നമ്മളുടെ സി പി യു നമ്മുടെ സി പി യുവിൽ എത്ര പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ കോർന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ എത്ര കോർ ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സി പി യുസ് ഉണ്ടെന്ന് പറയാം. അതായത് സിംഗിൾ കോർ സി പി യു, ഡ്യുവൽ കോർ സി പി യു, മൾട്ടി കോർ സി പി യു. ഓക്കെ, അപ്പോൾ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. സിംഗിൾ കോർ സി പി യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മളുടെ പ്രോസസ്സിംഗ് യൂണിറ്റിൽ ഒറ്റ മീൻസ് എന്താണ്? സിംഗിൾ കോർ സി പി യു ഹാസ് വൺ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലേ. അതായത് ഒറ്റ കോറ് മാത്രമേ ഉള്ളൂ. കോർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു കോറ് മാത്രമുള്ള സി പി യുവിനെ വിളിക്കുന്ന പേരെന്താണ്? സിംഗിൾ കോർ സി പി യു എന്ന് വിളിക്കും. ഇനി മോർ ദാൻ 2 ആണെങ്കിൽ, ആക്ച്വലി 2 പ്രോസസ്സിംഗ് യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 കോഴ്സ് ഉണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്? ഡ്യുവൽ കോർ സി പി യു എന്ന് വിളിക്കും. ഇനി മൾട്ടി കോർ സി പി യു എന്ന് പറഞ്ഞാൽ എന്താ? മോർ ദാൻ 2 കോർ ഒരു സി പി യുവിനകത്തുണ്ടെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരെന്താണ്? മൾട്ടി കോർ സി പി യു എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഈ കോറിനനുസരിച്ചിരിക്കും. നമ്പർ ഓഫ് കോഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആവും. അങ്ങനെയല്ലേ ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ നമ്മൾ 3-4 തലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിക്കില്ലേ. അപ്പോൾ അതേപോലെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ആരെന്ത് വേണം? പ്രോസസ്സർ വേണം. ആ പ്രോസസ്സർ ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഓപ്പറേഷൻസും കുറച്ചുകൂടെ എന്താവും? ഫാസ്റ്റ് ആവും. അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി സിംഗിൾ കോർ ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കുക, അവിടെ ഒറ്റ കോറ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രമേ ആ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സിസ്റ്റം വെച്ചിട്ട്, കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈക്ക് നമുക്ക് വേണമെങ്കിൽ ബ്രൗസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേർഡിനകത്ത് നിങ്ങളുടെ റെസ്യൂമൊക്കെ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് സിംഗിൾ കോർ പ്രോസസ്സർ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം സ്പീഡ് കുറവാണ് അല്ലേ. അടുത്ത രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യുവൽ കോർ പ്രോസസ്സർ. ഡ്യുവൽ കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കോർ ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് മീൻസ് കാര്യങ്ങൾ ചെയ്യാം. ആരെ യൂസ് ചെയ്യാം? ഒരു ഡ്യുവൽ കോർ പ്രോസസ്സർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഒരു സമയം തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ടി വി കണ്ടുകൊണ്ട് നമ്മൾ അസൈൻമെൻറ്റ് എഴുതുന്നു, അതൊരു മൾട്ടി ടാസ്കിങ് എക്സാമ്പിൾ അല്ലേ. 2 കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ അസൈൻമെൻറ്റ് എഴുതുന്നു, അതൊക്കെ എന്താണ്? ഒരു മൾട്ടി ടാസ്കിങ് ആണ്. അഡ്വൈസബിൾ അല്ല, എങ്കിലും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഡ്യുവൽ കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ ടാസ്കിങ് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ ആർക്കാണ്? ഡ്യുവൽ കോർ സി പി യുസിനാണ് അല്ലേ. അപ്പം ഇറ്റ് അലൗസ് ബെറ്റർ മൾട്ടി ടാസ്കിങ് ആൻഡ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഓവർ എ സിംഗിൾ കോർ പ്രോസസ്സർ. ഒരു സിംഗിൾ കോർ പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ഡ്യുവൽ കോർ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോർമലി ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിങ്ങിനോ വീഡിയോ സ്ട്രീമിങ്ങിനോ ഒക്കെ ഒരു എക്സ്റ്റെൻറ്റ് വരെ ഓക്കെ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഡ്യുവൽ കോർ പ്രോസസ്സർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി കോർ. മൾട്ടി കോർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് 2 കോറിനേക്കാളും കൂടുതൽ എന്താണ്? കോറുകളുള്ള നമ്മളുടെ സി പി യു യൂണിറ്റിന് വിളിക്കുന്ന പേരെന്താണ്? മൾട്ടി കോർ. അത് നമുക്ക് ചിലപ്പോൾ 4 ആവാം. കൗണ്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 4, 6, 8 അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പം 4 കോർ ഉണ്ടെങ്കിൽ ക്വാഡ് കോർ, 6 6 വിളിക്കുന്ന പേരെന്താണ്? ഹെക്സാ കോർ. അതേപോലെ തന്നെ 8 കോർ ഉണ്ടെങ്കിൽ വിളിക്കുന്ന പേരെന്താണ്? ഒക്ടാ കോർ. ഇങ്ങനെയായിരിക്കും അത്തരം എന്താ പറയുക മൾട്ടി കോർ സി പി യുസ് അറിയപ്പെടുക. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് മൾട്ടി ടാസ്കിങ് നമുക്ക് പെട്ടെന്ന് പെർഫോമൻസ് ഭയങ്കര ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സേഴ്സ് ആണ്. എന്തെന്ന്? സി പി യുസ് ആണ് ഇതെന്ന് പറയുന്നത് മൾട്ടി കോർ സി പി യു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് യൂഷ്വലി ഒരു ഹെവി ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ് ഡിമാൻഡ് ചെയ്യുന്ന ടാസ്കുകൾ, ഗെയിമിംഗ്, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് അതർ റിസോഴ്സ് ഇൻറ്റൻസീവ് ടാസ്ക്, അതായത് നമുക്ക് ഭയങ്കര ഒരുപാട് സമയം റിസർച്ചൊക്കെ നമ്മൾ ചെയ്യില്ല. അപ്പോൾ നമ്മൾ മൾട്ടി കോർ സി പി യുസ് ആയിരിക്കും നമ്മൾ മെയിൻലി ആവശ്യപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൾട്ടി കോർ പ്രോസസ്സർ. എന്ന് വെച്ചാൽ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കുകൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് എന്തിൻ്റെ റിക്വയർമെൻറ്റ് വരും? മൾട്ടി കോർ സി പി യുസ് വേണ്ടി വരും. ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇത് സിംഗിൾ കോർ സി പി യു, ഒറ്റ കോർ മാത്രം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യുവൽ കോർ, 2 കോർ ഉണ്ട്. അടുത്ത ക്വാഡ് കോർ നോക്കിക്കേ, 1 2 3 4 4 കോർ. ഓക്കെ, ഹെക്സാ എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 വരും. ഒക്ടാ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും? 8 വരും. ഓക്കെ, അതൊന്ന് പഠിച്ച് വെച്ചേക്കാം, ചോദിക്കാം. ഓക്കെ.